കലയും കലാകാരനും ജാതിമത ചിന്തകൾക്ക് അതീതമാണെന്ന പൊതുബോധം കേരളീയ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന കടുത്ത വിമർശനവുമായി പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ. ഗായകൻ നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം മാനവീയം വീതിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ തൊലി നിറത്തിന്റെയോ ജാതിയുടെയോ പേരിലല്ല, മറിച്ച് തന്റെ സംഗീതത്തിന്റെ ഗുണനിലവാരം നോക്കി മാത്രം തന്നെ വിലയിരുത്തിയാൽ മതിയെന്ന് അദ്ദേഹം സമൂഹത്തോട് വിനീതമായി അഭ്യർത്ഥിച്ചു. സമൂഹത്തിൽ ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണത്തെയും അവഗണനയെയും കുറിച്ച് പന്തളം ബാലൻ തുറന്നടിച്ചു. കറുത്തവനെ ഇവിടെ ജീവിക്കേണ്ടേ? എൻ്റെ നിറം കറുപ്പല്ലേ? എൻ്റെ പാട്ട് കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ അംഗീകരിച്ചാൽ മതി. എൻ്റെ കറുപ്പും വെളുപ്പും ജാതിയും മതവും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഒരു മനുഷ്യനായി കാണാൻ ശ്രമിക്കണം, അദ്ദേഹം പറഞ്ഞു. കലാരംഗത്ത് പോലും നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തുവന്നത്. പ്രത്യേക പ്രിവിലേജുകൾ ഒന്നുമില്ലാത്ത വിഭാഗമാണ് ദളിതരെന്നും അവരോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവം മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് കേരളത്തിൽ തരംഗമായ നന്ദഗോവിന്ദ ഭജൻസിനെ മുൻനിർത്തിയും അദ്ദേഹം സംസാരിച്ചു. നന്ദഗോവിന്ദ ഭജൻസിന് ലഭിക്കുന്ന അമിതമായ സ്വീകാര്യതയും അതേസമയം തന്നെപ്പോലെയുള്ള ഗായകർ നേരിടുന്ന അവഗണനയെയും താരതമ്യം ചെയ്തു. കഴിഞ്ഞ സീസണിൽ എനിക്ക് 4 ഗാനമേളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പന്തളം ബാലൻ ഒരു ഭജനക്കാരനല്ലല്ലോ എന്ന ചിന്തയാകാം അതിന് കാരണം. എന്നാൽ ഒരു അമ്പലത്തിൽ പോയി പള്ളിപ്പാട്ട് പാടി എന്ന് ആരോ പറഞ്ഞതോടെ കാര്യങ്ങൾ ആകെ മാറി. ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസ് എന്നത് ചിലർ കുന്തിരിക്ക ഭജൻസ് എന്ന് പരിഹസിക്കുന്നു. കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം നിസ്സാരമായ കാര്യങ്ങളാണെന്ന് പന്തളം ബാലൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 15 ദിവസമായി നിതിൻ രാജിന്റെ മരണം വലിയ ചർച്ചയായിട്ടും കുറ്റാരോപിതരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ അദ്ദേഹം വലിയ വിഷമം രേഖപ്പെടുത്തി. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നീതി ലഭിക്കാൻ ഇത്രയധികം കാത്തിരിക്കേണ്ടി വരുന്നത് ആ വിഭാഗത്തിന് സമൂഹത്തിലുള്ള പ്രിവിലേജ് ഇല്ലായ്മയെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ദളിത് എന്നതിലുപരി എല്ലാവരെയും മനുഷ്യരായി കാണാനുള്ള പൊതുബോധം സമൂഹത്തിന് നഷ്ടമായെന്നും അദ്ദേഹം വിമർശിച്ചു. സമൂഹത്തിലെ ജാതി വിവേചനവും വർണ്ണവിവേചനവും ഇന്നും ശക്തമായി നിലനിൽക്കുന്നുവെന്ന പന്തളം ബാലന്റെ തുറന്നുപറച്ചിൽ സാംസ്കാരിക കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കലാകാരന്റെ ജാതിയേക്കാൾ അവന്റെ കലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. കലയും കലാകാരനും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറമാണെന്ന സന്ദേശമാണ് പന്തളം ബാലന്റെ വാക്കുകൾ അടിവരയിടുന്നത്. ഒരു കലാകാരന്റെ തൊലി നിറമോ ജാതിയോ അല്ല, മറിച്ച് അയാളുടെ പ്രതിഭയാണ് ആദരിക്കപ്പെടേണ്ടതെന്ന പ്രാഥമിക സത്യം വിസ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നിതിൻ രാജിന്റെ മരണമുയർത്തുന്ന ചോദ്യങ്ങൾ കേവലം ഒരു വ്യക്തിയുടെ നീതിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ദളിത് വിഭാഗങ്ങൾ കലാരംഗത്തും പൊതുസമൂഹത്തിലും നേരിടുന്ന അവഗണനകൾക്ക് എതിരെയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും കള്ളികളിൽ ഒതുക്കാതെ അവരെ മനുഷ്യരെ കാണാനുള്ള പൊതുബോധം വീണ്ടെടുക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വിവേചനത്തിന്റെ കറുത്ത മതിലുകൾ തകർത്ത് സംഗീതത്തിന്റെ ലോകത്ത് എല്ലാവർക്കും തുല്യമായ ഇടം ലഭിക്കുന്ന ഒരു പുലരിക്കായി നമുക്ക് കാത്തിരിക്കാം. സംഗീതം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകേണ്ട ഒന്നാണ്. അവിടെ നിറത്തിനോ ജാതിക്കോ സ്ഥാനമില്ലെന്ന് പന്തളം ബാലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.